എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. പരീക്ഷ ഓഗസ്റ്റ് 20-നാണ്. HSA ഇംഗ്ലീഷ് പരീക്ഷ. ഇനി നമ്മുടെ മുമ്പിൽ 20 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ നല്ലൊരു റിവിഷൻ ചെയ്യാനുള്ള സമയമുണ്ട്. ആ സമയം നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക. മാരത്തോൺ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരെ എല്ലാം ലൈവിൽ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കാര്യങ്ങളും ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സു തകരാതെ മുന്നോട്ട് പോകുക. സോ ഇത് നമ്മുടെ ഈ HSAയുടെ അവസാനത്തെ ക്ലാസ്സുകളിൽ ഒന്നായിരിക്കും യൂട്യൂബിൽ. ഇനി ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് മാരത്തോൺ വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും. എൻ്റെ റിവിഷൻ ഒരു 3 പാർട്ട് ഗ്രാമർ റിവിഷൻ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അത് നിങ്ങൾ കാണണം. സോ അവസാനമായിട്ട് നമ്മൾ പിരിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ജീവിതത്തിൽ മുന്നോട്ട് തന്നെ പോകുക. ജീവിതം ഒരിക്കലും തളരാതിരിക്കുക. ഒന്നും നമ്മളെ തളർത്താതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. ആരെയും പേടിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയുമരുത്. നിങ്ങൾ ചിരിക്കുന്നത് മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും ജീവിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണെന്ന് വിചാരിക്കുക. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. 3 ടൈപ്പ് ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമ്മളോട് ചിരിക്കുകയും നമ്മുടെ ഗുണഗണങ്ങളെ വാഴ്ത്തുകയും ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഇരുന്ന് പറയുന്ന വേദികളിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. കാരണം നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ അവർ നമ്മളെ പറ്റിയും പറയാം എന്ന് ഓർക്കുക. രണ്ടാമത്തെ വിഭാഗം, നമ്മളെ കാണുന്ന സമയം മുതൽ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാർ. നിന്റെ മുഖം എന്താണ് വല്ലാതിരിക്കുന്നത്, നീ അങ്ങ് കറുത്തുപോയല്ലോ, നിന്റെ മുടി പൊഴിയുന്നുണ്ടോ, നിനക്ക് ഒരുപാട് പ്രായം തോന്നുന്നല്ലോ, നിനക്കിതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് പുറകെ നടന്ന് തളർത്തുന്ന ആൾക്കാരെ എന്നേക്കുമായിട്ട് അവഗണിക്കുക. കാരണം ഇവർ വിചാരിച്ചാൽ നമ്മളുടെ ഒരു ദിവസം വേണമെങ്കിലും നശിപ്പിച്ച് കളയാൻ സാധിക്കും. മൂന്നാമത്തെ വിഭാഗം, നാഴികയ്ക്ക് 40 വട്ടം മുഖവും ഭാവവും സ്വഭാവവും മാറുന്ന ആൾക്കാർ. ആദ്യത്തെ ദിവസം കാണുമ്പോൾ വളരെ സ്നേഹമാണ്, ചക്കരയാണ്, അടയാണെന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ചിരുന്നിട്ട് രണ്ടാമത്തെ ദിവസം ഒന്ന് ചിരിക്കുക മാത്രം ചെയ്യും. മൂന്നാമത്തെ ദിവസം ചിരിച്ചാലായി. നാലാമത്തെ ദിവസം ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാത്ത ആൾക്കാരുണ്ട്. ഇവർക്ക് ഈ ഭൂമിയിൽ അവരോട് മാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും കമ്മിറ്റ്മെന്റ് ഇല്ലെന്ന് ഓർക്കുക. ഈ 3 ടൈപ്പ് ആൾക്കാരെ ജീവിതത്തിൽ എന്നേക്കുമായി അവഗണിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരിൽ നിന്നും 100% ദോഷമല്ലാതെ ഒരു പൈസയുടെ ഗുണം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ അവഗണിക്കുന്നവരെ തിരിച്ച് അവഗണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുപോലെ തന്നെ കളിയാക്കുന്നവരെ തിരിച്ച് കളിയാക്കാം. അവഗണിക്കുന്നവരെ 100% അവഗണിക്കാം. ചതിക്കുന്നവരെ ചതിക്കാം. നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് നടക്കുന്നവരുടെ മുമ്പിൽ തിരിച്ചഭിനയിക്കുന്നതിൽ യാതൊരു കുറ്റമില്ല. ഈ സമയങ്ങളിൽ ഒരു കാരണവശാലും മാന്യനായിട്ടിരിക്കാൻ ശ്രമിക്കാതിരിക്കുക. ജീവിതം സുഖമാകും, സുന്ദരമാകും. മുന്നോട്ട് പോകുക. സോ നേരെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് 20 ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. പരീക്ഷയ്ക്ക് ഒരെണ്ണം ചോദിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു കലാശക്കൊട്ട് എന്നുള്ള രീതിയിലാണ് ഫിഗർ ഓഫ് സ്പീച്ചിന്റെ മൊത്തം ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം ഉണ്ട്. ഒന്നാമത്തെ, അലിട്രേഷൻ. റെപ്പറ്റീഷൻ ഓഫ് ദ കൺസണന്റ് സൗണ്ട് ഈസ് കാൾഡ് അലിട്രേഷൻ. ഒരു കൺസണന്റ് സൗണ്ട് ഒരു കവിതയിലോ ഒരു ഡ്രാമയിലോ ഒക്കെ ആവർത്തിച്ചു വന്നാൽ, ഒരു ലൈനിൽ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് അലിട്രേഷൻ. ഇവിടെ നോക്കൂ, ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ എന്ന് പറയും. ഫ് സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. ഫ് എന്ന് പറയുന്ന സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. 4 ആവർത്തിക്കുന്നുണ്ട്. 2 വന്നാൽ മതി, അലിട്രേഷൻ ആവും. മാക്ബത്ത് ആണ്, മാക്ബത്തിലെ ഫസ്റ്റ് ആക്ട് ആണ്, ഷേക്സ്പിയർ. ഷീ ഷെൽസ് ഇൻ ദ സീ ഷോർ. നമ്മൾ എപ്പോഴും അലിട്രേഷൻ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഷീ സെൽസ് സീ ഷെൽസ് ഇൻ ദ സീ ഷോർ. 2 സൗണ്ടുകളാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത്. ഒന്ന് ഷാ സൗണ്ട്, ഒന്ന് സ് സൗണ്ട്. ഈ 2 സൗണ്ടുകളാണ് ഇവിടെ ആവർത്തിച്ച് വരുന്നത്. സോ ദിസ് ഈസ് കാൾഡ് അലിട്രേഷൻ. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. അലിട്രേഷൻ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ്, അനാഡാപ്ലോസിസ്. അനാഡാപ്ലോസിസ് എന്ന് പറയുന്ന വാക്ക് ഒരു ഈസി വേർഡാണ്. പക്ഷെ വേർഡ് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നില്ല. സംഭവം ഈസിയാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് റെപ്പറ്റീഷൻ ഇൻ വിച്ച് ദ ലാസ്റ്റ് വേർഡ് ഓഫ് വൺ ക്ലോസ് ഓർ സെന്റൻസ് ഈസ് റിപ്പീറ്റഡ് ആസ് ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ ഫോളോയിങ് ക്ലോസ് ഓർ സെന്റൻസ്. അതായത് ഒരു സെന്റൻസിന്റെയോ ക്ലോസിന്റെയോ അവസാനത്തെ വാക്ക് അത് അടുത്ത സെന്റൻസിന്റെയോ ക്ലോസിന്റെയോ ഫസ്റ്റ് വാക്കായിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് അനാഡപ്ലോസിസ് എന്ന് പറയുന്നത്. സംഭവം ഇങ്ങോട്ട് നോക്ക്.
അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എംഫസിസ് കൊടുക്കാൻ വേണ്ടിയാ. സ്ട്രെങ്ത് ത്രൂ പ്യൂരിറ്റി, പ്യൂരിറ്റി ത്രൂ ഫെയ്ത്ത്. കണ്ടോ, സ്ട്രെങ്ത് ത്രൂ പ്യൂരിറ്റി, പ്യൂരിറ്റി ത്രൂ ഫെയ്ത്ത്. ഗാന്ധിജി പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള കോട്ടുണ്ട്, നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുക, കാരണം ചിന്തകളാണ് വാക്കുകളായിട്ട് പരിണമിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുക, വാക്കുകളാണ് നിങ്ങളുടെ പ്രവൃത്തിയായിട്ട് കലാശിക്കുന്നത്. ഇവിടെ ചിന്തയും ഒരു സെന്റൻസ് വരുന്നുണ്ട്, വാക്കും ഒരു സെന്റൻസ് രണ്ടിടത്ത് വരുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് അനാഡോപ്ലോസിസ് എന്ന് പറയും. നെക്സ്റ്റ്, അനാഗ്രം എന്താണെന്ന് അറിയാവോ? അനാഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഅറേഞ്ച്മെന്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ എ വേർഡ് സോ ആസ് ടു പ്രൊഡ്യൂസ് അനദർ വേർഡ്. ഇപ്പൊ രണ്ട് വാക്കുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഹൈഫൻ ഇട്ട് തരും, പക്ഷേ ഈ രണ്ട് വാക്കുകളുടെ സ്പെല്ലിംഗ് ഒന്ന് തന്നെ ആയിരിക്കും, പലയിടത്തായിട്ട് മാറിക്കിടക്കുമായിരിക്കും. റീഅറേഞ്ച് ചെയ്താൽ ആ വേർഡ് കിട്ടും. ഇപ്പൊ റാറ്റ്സ് എന്ന് പാട്ടുന്ന വേർഡിനെ റീഅറേഞ്ച് ചെയ്ത സ്റ്റാർ എന്ന് പറയുന്ന വാക്ക് അടുത്തത്, ഇതൊരു സെന്റൻസി വരും, പ്രോസിലും പോയട്രിയിലും വരുന്ന സാധനമാണ്. ഡ്രോയർ, റിവാർഡ്. കണ്ടോ, ഇത് അടുപ്പിച്ചടുപ്പിച്ച് വരും. ഡ്രോയർ എന്നുള്ള വാക്കിലെ എല്ലാ സ്പെല്ലിങ്ങുകളും റിവാർഡിലുണ്ട്. സ്റ്റോപ്പ്, പോട്ട്സ്. കണ്ടോ, സ്റ്റോപ്പിലുള്ള എല്ലാ സ്പെല്ലിങ്ങുകളും പോട്ട്സിലുണ്ട്. ഇതുപോലുള്ള വാക്കുകൾ, രസകരമായ വാക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കൂടുതൽ എക്സ്പ്ലനേഷൻ അപ്പോൾ കുട്ടികൾക്ക് കമന്റിൽ നിന്ന് കിട്ടും. ഓക്കെ ആണോ? റീഅറേഞ്ച്മെന്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ എ വേർഡ് സോ ആസ് ടു പ്രൊഡ്യൂസ് അനദർ വേർഡ്. വേഗത്തിൽ പറയുന്നത് 20 എണ്ണം, എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണം. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് എൻ്റെ. നെക്സ്റ്റ്, അനഫോറ. അനഫോറ എന്ന് പറഞ്ഞാൽ in writing your speech the deliberate repetition of the first part of sentence in order to achieve an artistic effect. അനാഗ്രം പോലെ തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പീച്ചിലോ അല്ലെങ്കിൽ റൈറ്റിങ്ങിലോ ആദ്യത്തെ ഒരു വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ ഇൻ ഓർഡർ ടു അച്ചീവ് ആൻ ആർട്ടിസ്റ്റിക് എഫക്റ്റ് എന്നുള്ളതാണ്. എവറി ഡേ, എവറി നൈറ്റ്, ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്ന് പറയും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് അനാഫോറ എന്ന് പറയുക. ആ എവരി എന്ന് പറയുന്ന വാക്കിന്റെ ഉപയോഗം നോക്കൂ. എവറി ഡേ, എവറി നൈറ്റ്, ഇൻ എവറി വേ എന്ന് പറയുമ്പോൾ അത് എന്തിനാ? ഇൻ ഓർഡർ ടു അച്ചീവ് ആൻ ആർട്ടിസ്റ്റിക് എഫക്റ്റ്. ഇവിടെ നോക്കൂ, ഐ വാണ്ട് മൈ മണി റൈറ്റ് നൗ, റൈറ്റ് ഹിയർ, ഓൾ റൈറ്റ് എന്ന് പറയുന്നത്. ആ റൈറ്റ് എന്ന് പറയുന്ന വാക്ക് ആവർത്തിക്കുന്നത് നോക്കൂ. ഇതിനെ വിളിക്കുന്ന പേര് സ്പെല്ലിംഗ് റീഅറേഞ്ച് ചെയ്യുമ്പം അനാഗ്രം, എന്നാൽ വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പം അതിനെ വിളിക്കുന്ന പേര് അനഫോറ എന്നാണ്. നെക്സ്റ്റ് വേർഡ് ആന്റിമെരിയ. ആന്റിമെരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ പാർട്ട് ഓഫ് സ്പീച്ച് ഫോർ അനദർ എന്ന് പറയും. അതായത് വെർബായിട്ട് ഉപയോഗിക്കേണ്ട വാക്ക് നൗണായിട്ട് ഉപയോഗിക്കും, നൗണായിട്ട് ഉപയോഗിക്കേണ്ട വാക്ക് വെർബായിട്ട് ഉപയോഗിക്കും. പാർട്സ് ഓഫ് സ്പീച്ച് കൂടുതലും നൗണും വെർബുമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് അനാഫോറ ആന്റിമെരിയ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കണേ, ഐ കുഡ് യൂസ് എ ഗുഡ് സ്ലീപ്പ്. സ്ലീപ്പ് എന്ന് പറയുന്ന വാക്ക് ഒരു വെർബാണ്, എല്ലാവർക്കും അറിയാം. ബട്ട് ഹിയർ സ്ലീപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് നൗണായിട്ടാണ്. ഇതാണ് വാട്ടർ. വാട്ടർ എന്ന് പറയുന്ന വാക്ക് എന്താണ്? നൗണാണ്. പക്ഷെ വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ വെർബാണ്. അതായത് ഒറിജിനൽ പാർട്സ് ഓഫ് സ്പീച്ച് മാറ്റി വേറൊരു പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഗൂഗിൾ എന്ന് പറയുന്ന വാക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഗൂഗിൾ എന്ന് പറയുന്ന വാക്ക് വന്ന സമയത്ത് ഒരു നൗണാ, എന്നാൽ നമ്മൾ പറയും ഗൂഗിൾ ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ഒരു വെർബാണ്. ബുക്ക് എന്ന് പറയുന്ന വാക്ക് നൗണാണ്, പുസ്തകം. എന്നാൽ ബുക്ക്, ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ബുക്ക് വെർബാണ്. ആ നൗണിനെ ഒരു വെർബാക്കി ഉപയോഗിച്ചിരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ആന്റിമെരിയ. നെക്സ്റ്റ്, ആന്റിതെസിസ് എന്ന് പറയും. ഞാൻ ലിറ്ററേച്ചർ ഒരുപാടൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ഗ്രാമർ എടുക്കുന്ന ആളാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. തെറ്റ് വരുന്നത് മനുഷ്യ സഹജമാണ്. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, എന്നെ വിമർശിക്കാൻ നിൽക്കണ്ട നിങ്ങൾ. കാരണം ഞാൻ കൺഫസ് ചെയ്യുന്നു, ഞാൻ ഇതൊക്കെ പഠിച്ച് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് നാളായി MA BEd സെറ്റ് നെറ്റൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ഇതൊക്കെ റിവൈസ് ചെയ്തിട്ട് ഒരുപാട് കാലമായി. ഇപ്പോൾ എൻ്റെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ HSA കോഴ്സ് ലീഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഗ്രാമർ പ്ലസ് വൊക്കാബുലറിയാണ് കൂടുതൽ എടുക്കുന്നത്, നിങ്ങൾക്കറിയാം. സോ ഇപ്പം അധ്യാപകർക്ക് ഷോർട്ടേജ് വരുമ്പം, അധ്യാപകർ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ കയറി എടുക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്ന് വെച്ച് എനിക്കറിയാവുന്ന കറക്റ്റ് ഫാക്റ്റുകളാണ്, അത് തെറ്റൊന്നുമില്ല, ധൈര്യമായിട്ട് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും അധ്യാപകരാണ്, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കും. ഇറ്റ്സ് എ റിട്ടോറിക്കൽ ഡിവൈസ് ഇൻ വിച്ച് ദ ടു ഓപ്പോസിറ്റ് ഐഡിയാസ് ആർ പുട്ട് ടുഗദർ ഇൻ എ സെന്റൻസ് ടു അച്ചീവ് എ കോൺട്രാസ്റ്റിംഗ് എഫക്റ്റ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഐറണി തന്നെയാണ്, ഒരു തരത്തിൽ പറഞ്ഞ ഐറണി, ഓക്സിമോറോൺ, ഈ ആന്റിതെസിസ്, ഇതൊക്കെ പലപ്പോഴും തിരിഞ്ഞു പോകുന്ന സാധനമാണ്. ഓക്സിമോറോണും ആന്റിതെസിസും ഐറണിയും ഒക്കെ. ആന്റിതെസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് എന്ന അർത്ഥം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആയിരിക്കും. റീട്ടോറിക്കൽ ഡിവൈസ് ആണ്, ഐഡിയ കോൺട്രാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലോസ് വായിക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് അല്ല രണ്ടാമത്തെ ക്ലോസ് വായിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, ഏറ്റവും നല്ല ഉദാഹരണം മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ തീരുമാനിക്കുന്നു, ദൈവം മറ്റൊന്ന് നടത്തുന്നു. അപ്പോൾ അതൊരു കോൺട്രാസ്റ്റിംഗ് ഐഡിയ ഉണ്ട്, ചിന്തിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണ്. ഗിവ് എവറി മാൻ ദൈ ഇയർ ബട്ട് ഫ്യൂ ദൈ വോയിസ് എന്ന് പറയണ്ട. കോൺട്രാസ്റ്റിംഗ്, എല്ലാവർക്കും നിന്റെ ചെവി കൊടുക്കണം, പക്ഷേ കുറച്ചു പേർക്ക് മാത്രമേ നിന്റെ ശബ്ദം. ഗിവ് എവറി മാൻ ദൈ ഇയർ ബട്ട് ഫ്യൂ ദൈ വോയിസ്, നിന്റെ ശബ്ദം കൊടുക്കരുത്.
ചെവി കൊടുക്കാം, പക്ഷെ ശബ്ദം കൊടുക്കുക. ഇങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലോസ് ആയിട്ട് ഒരു സെന്റൻസിൽ ഒരു ലൈനിലൊക്കെ പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആന്റിതെസിസ്. മറന്നുപോയത്. ഇറ്റ് ഈസ് എ മെറ്റഫോറിക്കൽ ഡിവൈസ് ഇൻ വിച്ച് ടു ഓപ്പോസിറ്റ് ഐഡിയാസ് ആർ പുട്ട് ടുഗദർ ഇൻ എ സെന്റൻസ് ടു അച്ചീവ് എ കോൺട്രാസ്റ്റിംഗ് എഫക്റ്റ്. ഒരു കോൺട്രാസ്റ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. 7 അസോണൻസ്. അലിട്രേഷൻ പഠിക്കുന്നവർ അസോണൻസ് പഠിച്ചിരിക്കണം. അലിട്രേഷൻ റെപ്പറ്റീഷൻ ഓഫ് ദ കൺസണന്റ് സൗണ്ട് ആണെങ്കിൽ അസോണൻസ് റെപ്പറ്റീഷൻ ഓഫ് ദ വവൽ സൗണ്ട് ആണ്. വവൽ സൗണ്ട് അറിയാമല്ലോ. വവൽ സൗണ്ട് ഒരു ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരും. നോക്ക്, 2 കൂടുതൽ വന്നാൽ, 2 2 വന്നാൽ എല്ലാം അസോണൻസ്. അങ്ങോട്ട് നോക്ക്. ഹിസ് ടിയേഴ്സ് റൺ ഡൗൺ ഹിസ് ബിയേർഡ് ലൈക്ക് വിൻറ്റേജ് ഡ്രോപ്സ് ഫ്രം ലീവ്സ് ഓഫ് റീഡ്സ് എന്ന് പറയും. ഇവിടെ നോക്കൂ, ടിയേഴ്സ്, ഈ ടിയേഴ്സ് എന്ന് പറഞ്ഞ വവൽ സൗണ്ട്, ബിയേർഡ് ഇവിടെയുണ്ട് വവൽ സൗണ്ട്, ഇവിടെ ലീവ്സ് ഈ സൗണ്ട് ഇ, ഇവിടെ റീഡ്സ് ഈ സൗണ്ട് കണ്ടോ. ഇവിടെ ഇയാ സൗണ്ടും ടിയേഴ്സിലും ബിയേഡിലും ഇയാ സൗണ്ട് ഡിപ്തോങ്സാ. ഓക്കെ, ഞാൻ എഴുതിയേക്കുന്ന സ്പെല്ലിംഗ് ആണ്, ഡിപ്തോങ് അല്ല എഴുതിയത്. അതുകൊണ്ട് ഇവിടെ ഈ സൗണ്ടും സൗണ്ട് ഇ എന്നുള്ള സൗണ്ടാണ്. ലീവ്സ് റീഡ്സ് ഈ സൗണ്ട് ആവർത്തിച്ച് വന്നിരിക്കുന്നു. 2 വവൽ സൗണ്ട്സ് 2 ആവർത്തിക്കുന്നു. അപ്പോൾ 2 അസോണൻസ് ഉണ്ട്. അസോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടിയേഴ്സും ബിയേഡും ലീവ്സും റീഡ്സും. ഓക്കെ, ഫെയർ ആൻഡ് ഫൗൾ, ഫൗൾ ആൻഡ് ഫെയർ എന്ന് പറയുന്ന സാധനം അലിട്രേഷനാണ്. ഫ സൗണ്ട്. സീഷെൽസ്, ഷീ സെൽസ്, സീഷെൽസ് ഇൻ ദ സീഷോർ എന്ന് പറയുമ്പോൾ അവിടെ സായും ഷായും കൺസണന്റാ. ഇവിടെ വവല. കൺസണന്റ് വരുവാണെങ്കിൽ അലിട്രേഷനും, വവൽ വരുവാണെങ്കിൽ അസോണൻസും. മറന്നുപോലെ. നെക്സ്റ്റ്, വിച്ച് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ലൈൻ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കും. ക്ലൈമാക്സ്, പരമകാഷ്ട. റൈസിംഗ് ഇന്റർനാഷണൽ പോകുന്ന സംഭവമാണ്. പക്ഷേ ക്ലൈമാക്സിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ക്ലൈമാക്സിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി അതിൻ്റെ പീക്കിലെത്തും. അതുപോലെ പോകുന്ന സെന്റൻസുകളാണ്, ഡയലോഗ്സുകളാണ്. അതുപോലെ പോകുന്ന ഡയലോഗ്സാണ്. അപ്പം നോക്ക്. ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് എ സീരീസ് ഓഫ് ഐഡിയാസ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഇമ്പോർട്ടൻസ്. ഇൻക്രീസിംഗ് ഇന്റോനേഷൻ തീവ്രമായിരിക്കും. വൈകാരികമായിട്ടും പറയുന്ന ആദ്യത്തെ സെന്റൻസിനെ ആദ്യം പറയുന്ന കാര്യത്തിൽ അടുത്ത തീവ്രമായിരിക്കും, അതിൻ്റെ അടുത്ത തീവ്രമായിരിക്കും. അങ്ങനെ ഏറ്റവും പീക്കിലെത്തും. ഇങ്ങോട്ട് നോക്കിയാൽ ലുക്ക് അപ്പ് ഇൻ ദ സ്കൈ ഇറ്റ്സ് എ ബേർഡ്. കണ്ട ആ ടോണിൽ തന്നെ ഉണ്ടത്. ലുക്ക് അപ്പ് ഇൻ ദ സ്കൈ ഇറ്റ്സ് എ ബേർഡ്. എല്ലാം കൊണ്ട് ഉയർന്നു പോകുമായിരിക്കും. ഇതാ സൂപ്പർ. ഇറ്റ്സ് എ പ്ലെയിൻ ഇറ്റ്സ് എ സൂപ്പർമാൻ എന്ന് പറയും. അല്ല, ഇത് മൊത്തത്തിലാ കേട്ടോ. ഇത് ഒറ്റ സെന്റൻസാണ്, എനിക്ക് തെറ്റുപറ്റിയത്. 2 അല്ല. ലുക്ക് ഉയരുക, അപ്പ് ഇൻ ദ സ്കൈ, ഇറ്റ്സ് എ ബേർഡ്, ഇറ്റ്സ് എ പ്ലെയിൻ, ഇറ്റ്സ് എ സൂപ്പർമാൻ. കണ്ടോ, അർത്ഥത്തിലും ഉയർന്നു പോവുക. അതുപോലെ തന്നെ ആ കൺസ്ട്രക്ഷനിലും ഉയർന്നു പോവുക. ഇതിനെ വിളിക്കുന്ന പേരാ ക്ലൈമാക്സ്. നമ്മൾ പറയത്തില്ലയോ, ഇപ്പം ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞാൽ ചെറിയ കാറ്റിന്, ഇളം കാറ്റിന് ബ്രീസ് എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ വിൻഡ് കാറ്റ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്റ്റോം കൊടുങ്കാറ്റ്, പിന്നെ ടെമ്പസ്റ്റ്. ഇങ്ങനെ പോവുക. അതാണ് സംഭവം. അതിനെ വിളിക്കുന്ന പേരാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് യുഫെമിസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് പൊതുവായിട്ട് ആൾക്കാരുടെ മുമ്പിൽ പറയാൻ നാണക്കേടും അതേപോലെ ഓക്വേർഡും ആയിട്ടുള്ള ഷൈയും അതേപോലെ പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോളിഷ് ചെയ്ത, അതിനെ വിളിക്കുന്ന പേരാണ്. അപ്പം നമ്മൾ മൂത്രം ഒഴിക്കാൻ പോയി എന്ന ആൾക്കാരുടെ മുമ്പിൽ പറയുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കും. സംഗതി 2 ആക്ഷൻ ഒന്ന് തന്നെ. നമ്മൾ പറയുന്ന പിന്നെ ടോയ്ലറ്റിൽ പോയി എന്ന് പറയും, അത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ഉദാഹരണം അതാ. ടോയ്ലറ്റിൽ പോയി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മാന്യമാണ്. ചെയ്യുന്ന കാര്യം 2 ഒന്ന് തന്നെ. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ഇപ്പം ഒരാളുടെ ക്ലാസ് എങ്ങനെയുണ്ട്, അയാളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ വരുന്നത് പട്ടി ഷോ പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും കുറ്റം. അവനെ ഇൻസൾട്ട് ചെയ്തു, അവനെ ബോഡി ഷോ നടത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതി, അതാ സത്യം. പക്ഷെ നമ്മൾ പറയുന്നത് എന്തോ കാലും കയറ്റി വെച്ച് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഫിലോസഫിക്കലായിട്ട് പറയും താങ്കളുടെ പെർഫോമൻസ് വൈസ് ഓക്കെ, താങ്കളുടെ സംസാരം ഓക്കെ, പക്ഷെ മൊത്തത്തിൽ ചെറിയ പോരായ്മകൾ ഉണ്ടായിരുന്നു. ഇനി ട്രൈ ചെയ്യൂ, അടുത്ത തവണ നമുക്ക് മത്സരിക്കാം. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, പട്ടി ഷോ. അത് നമ്മൾ പറയത്തില്ല. ഇങ്ങനെ പോളിഷ് ചെയ്ത് പറയുന്നതിനെയാണ് യൂഫെമിസം എന്ന് പറയുന്നത്. യൂസ് ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഒഫൻസ്, അൺപ്ലസന്റ്നെസ്, ഓക്വേർഡ്നെസ്. അൺപ്ലസൻസും ഓക്വേർഡ്നെസ്സും ഒഫൻസും ഒഴിവാക്കാൻ വേണ്ടി ആരെയും ഹർട്ട് ചെയ്യാതെ പറയുന്ന വാക്കുകളാണ്. ആരെയും നാണിപ്പിക്കാതെ പറയുന്ന വാക്കുകൾ. പാസ്ഡ് അവേ ഇൻസ്റ്റെഡ് ഓഫ് ഡൈഡ്. ഒരാൾ ചത്തു എന്ന് പറയുന്നതിന് പകരം പാസ്ഡ് അവേ, നാട് നീങ്ങി. ഡിഫറൻ്റ്ലി ഏബിൾഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. പണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു കുറച്ചിലാണ്. ആളത് തന്നെയാണ്, പക്ഷെ പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ്. പോളിഷ് ചെയ്ത് പറയും, അത്രയേ ഉള്ളൂ. ഹൈപ്പർബലെ മലയാളത്തിൽ പറഞ്ഞാൽ തള്ളൽ, പൊക്കിയടിക്കുക, സാധാരണയേക്കാൾ പൊക്കിയടിക്കുക. കരഞ്ഞ് കടലായി എന്ന് പറയുമ്പം എല്ലാവരും കൂടെ ഇരുന്ന് മുക്കിയിരുന്ന കടലാവോ? മുക്കി കരഞ്ഞ കടലാവോ? ഇല്ല. ഓവർ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റാ. ഓവർ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ വിളിക്കുന്ന പേരാ ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ എന്തുവാ?
ഇപ്പം കണ്ണീർ കടലായിരുന്നു എന്ന് പറയും, തെറ്റ്. അങ്ങനെ ഒരിക്കലും വരത്തില്ല. ജനസാഗരം, ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് നിന്ന സാഗരമാവുമോ? സാഗരം എന്ന് പറഞ്ഞാൽ ഭൂമിയെക്കാളും 3 ഇരട്ടിയുണ്ട്. ഭൂമിയിൽ തന്നെ കരയേക്കാളും 3 ഇരട്ടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ എന്ന് കഴിഞ്ഞാൽ സാഗരമോ? ഇല്ല, അങ്ങ് പൊക്കി പറയും. കണ്ടോ, ആകാശത്തിന്റെ അത്രയും വലിപ്പമുണ്ട് അവരുടെ വീട്. ഇത് എന്തൊരു തള്ളലാ ഇത്. ഇതിനെ വിളിക്കുന്ന പേര് എക്സാജറേഷൻ. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്. ആ കുന്നിന്റെ അത്രയും പ്രായമുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് എന്ന് പറഞ്ഞാൽ കുന്ന് സൃഷ്ടിച്ചത് അങ്ങനെയാണോ? അങ്ങനല്ല, ഒരുപാട് പ്രായമുണ്ടെന്ന് അർത്ഥം. അത് എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റാണ്. മൈ ജോഗ്രഫി ടീച്ചർ ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്. ഐ ആം സോ ഹംഗ്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. എനിക്കൊരു കുതിരയെ തിന്നാൻ കഴിയും, അത് അടുത്തും കൊടുക്കണം കുതിരയെ, തിന്ന് കാണിക്കാൻ പറയണം. അഞ്ചാ അത്രമാത്രം വിശപ്പെടുന്ന എക്സാജറേറ്റ് ചെയ്ത് പറയുക. ടു സ്ലീപ്പ് എന്ന് പറയുന്ന വേർഡ്സ്വർത്തിന്റെ കവിതയിൽ പറയുന്നുണ്ട്, ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയിയസ് ഹെൽത്ത്. സന്തോഷത്തിന്റെയും ആരോഗ്യത്തിന്റെയും മാതാവാണ് നീ. അങ്ങ് പൊക്കിയടിക്കുക എന്ന് പറഞ്ഞാൽ സ്ലീപ്പിനെ അത്രയൊന്നും പൊക്കേണ്ട കാര്യമില്ല. സ്ലീപ്പിനെ അങ്ങ് പേഴ്സോണിഫൈ ചെയ്തിട്ട് ഭയങ്കര സംഭവമാക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബലെ ഓർ എക്സാജറേഷൻ. നല്ല ഹൈപ്പർബലെ മലയാളത്തിൽ കേട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കമന്റ് ചെയ്യാം, മലയാളമോ ഇംഗ്ലീഷ്. ഇൻട്രോഗേഷൻ. ഇൻട്രോഗേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് അർത്ഥം റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ വിത്ത് ആൻ ആൻസർ ഇൻ ഇറ്റ്. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ചോദ്യം ചോദിക്കുന്നത് ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല. അതെന്തൊരു ചോദ്യമാണ്? മലയാളത്തിൽ പറ. എം ഡി വാസുദേവൻ നായരുടെ ഇനീഷ്യൽ എന്ത്? എം ഡി. അടൂർ ഗോപാലകൃഷ്ണന്റെ സ്ഥലം ഏത്? അടൂർ. എം ജി ശ്രീകുമാറിന്റെ ഇനിഷ്യൽ എന്ത്? എം ജി. ഇതാണോ റീട്ടോറിക്കൽ ക്വസ്റ്റ്യൻ? അല്ല. ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റാ. ചോദ്യം ക്വസ്റ്റ്യൻ രൂപത്തില, പക്ഷെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ. ഹു ഡസ് നോട്ട് വാണ്ട് ടു ബി ഹാപ്പി? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എല്ലാവരും സന്തോഷം ആഗ്രഹിക്കും. ആരാണ് മരിക്കാത്തത്? എല്ലാവരും മരിക്കും. ആരെങ്കിലും വെള്ള ആനയെ കണ്ടിട്ടുണ്ടോ? ആരും വെള്ള ആനയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യത്തിന് തന്നെ ഉത്തരവുണ്ട്. അതിനെ വിളിക്കുന്നയാ ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലിഫന്റ്? ചോദ്യമാണ്. ഹു ഡസ് നോട്ട് വാണ്ട് ടു ബി ഹാപ്പി? ഈസ് എനിവൺ മോർട്ടൽ? ആരെങ്കിലും മരിക്കാത്തവരായിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും മരിക്കും. ചോദ്യത്തിനകത്തുണ്ട്. മോഹൻലാൽ പറയുക, നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം? നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം? നിങ്ങളാണ് എൻ്റെ ആഘോഷം. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാ ഇന്ററോഗേഷൻ ഓർ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദ ആസ്കിംഗ് ഓഫ് ക്വസ്റ്റ്യൻ നോട്ട് ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് ആൻ ആൻസർ. ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ക്വസ്റ്റ്യൻ വിത്ത് ആൻ ആൻസർ ഇൻ ഇറ്റ്. ഹു ഡസ് നോട്ട് വാണ്ട് ടു ബി ഹാപ്പി എന്ന് പറയും. നെക്സ്റ്റ്, ഇൻവേർഷൻ അപ്പോസ്ട്രോഫി. നമ്മൾ ഓർത്തില്ല, സത്യം ജയിക്കാതിരുന്നിട്ടുണ്ടോ? അതിന് ഉദാഹരണമാണ്. സത്യം എന്നും ജയിക്കും. ഇൻവേർഷൻ ഓർ അപ്പോസ്ട്രോഫി ഇത് ചോദിക്കും. ഇൻവേർഷൻ ചോദിച്ചില്ലെങ്കിൽ അപ്പോസ്ട്രോഫി ചോദിക്കും. എന്തെന്നറിയാമോ? It's a literary technique in which the normal order of words is reversed in order to achieve a particular effect of it. ഈ ഒരു കാര്യത്തെ ഒരു പർട്ടിക്കുലർ കാര്യത്തെ എംഫസിസ് ചെയ്യാൻ വേണ്ടി ഗ്രാമർ തന്നെ അങ്ങ് മാറ്റും. അതായത് ഈ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ അങ്ങ് മാറ്റും. അപ്പൊ നമ്മൾ രാമ കിൽഡ് രാവണ, കിൽഡ് രാമ കോമ രാവണ എന്ന് പറയുന്ന പോലെയുള്ള ഓർഡർ മാറ്റും. ഐ വാസ് ഷോക്ക്ഡ് എന്ന് പറയുന്നതിന് പകരം ആ ഷോക്കിന്റെ എംഫസിസ് കാണിക്കാൻ വേണ്ടി ഷോക്ക്ഡ് ഐ വാസ് എന്ന് പറയും. മനസ്സിലായോ? അതായത് ഒരു സെന്റൻസിന്റെ റിയൽ ഓർഡർ മാറ്റി ഒരു കാര്യത്തെ എംഫസിസ് ചെയ്യുന്നതിനെയാണ് ഇൻവേർഷൻ അഥവാ അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്. 12ആയി. വേഗത്തിലങ്ങ് പറഞ്ഞു പോവുക. റിവിഷൻ പോലും ഇല്ല. ഇതങ്ങ് സെറ്റായാൽ മതി. 2 തവണ കണ്ടാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. 2 തവണ കാണുള്ളൂ കാണുക. സമയം വേസ്റ്റ് ആക്കണ്ട. അടുത്ത കാര്യത്തിലോട്ട് വെക്കണം. പഠിക്കാൻ നമുക്ക് ഇനി സമയമേ ഇല്ല. ഐറണി, വിരോധാഭാസം എല്ലാവർക്കും അറിയാം. കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ഒരുമിച്ച് പ്ലേസ് ചെയ്യുന്നതിനെ ഐറണി എന്ന് പറയുന്നത്. അല്ല, സിനിമയ്ക്കകത്ത് പറയുന്നത് എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, പക്ഷേ ഇപ്പൊ പറയാൻ സമയമില്ല. അതിപ്പോ ട്രോൾ ആവുന്നുണ്ട്. എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ പറയാൻ സമയമില്ല. എന്റെ നഷ്ടപ്പെട്ടു പോയ 2 കോടി തിരിച്ചു പിടിക്കാൻ 4 കോടി മുടക്കാൻ വരെ ഞാൻ തയ്യാറാണ്. എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേറെ 2 കോടി രൂപ നഷ്ടപ്പെട്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി 4 കോടി രൂപ ഞാൻ മുടക്കും എന്ന് പറയുക. ഇതാണ് ഐറണി, വിരോധാഭാസം. അത് സൂപ്പറാണ്. നോക്കിയേ, ഐറണി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വേർഡ്സ് ആർ യൂസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് their intended meaning is different from the actual meaning of words. അതാണ് സംഭവം. ഇന്റൻഡഡ് മീനിങ്ങും ആക്ച്വൽ മീനിങ്ങും തെറ്റായിരിക്കും. ടൈറ്റാനിക് വാസ് അൺസിങ്കബിൾ. ഒരിക്കലും മുങ്ങാത്തൊരു ഷിപ്പാണ് ടൈറ്റാനിക്. പക്ഷെ ആദ്യത്തെ യാത്രയിൽ തന്നെ അത് മുങ്ങി. നമ്മൾ ചിരിക്കുന്നത് ഇതിന് സംഭവം നല്ല ചോദിക്കേ. ടൈറ്റാനിക് വാസ് അൺസിങ്കബിൾ ബട്ട് സാങ്ക് ഓൺ ഇറ്റ്സ് ഫസ്റ്റ് വോയേജ്. ഓക്കെ, ഇതാണ് ഐറണി. ദ ബട്ടർ ഈസ് ആ സോഫ്റ്റ് ആസ് എ സ്ലാബ് ഓഫ് മാർസ്. ബട്ടർ ഭയങ്കര സോഫ്റ്റാ. എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മാർബിളിനോട്. മാർബിൾ സോഫ്റ്റ് ആണോ? അല്ല. ഓ ഗ്രേറ്റ്. ഗ്രേറ്റ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടുത്തെ ഐറണി. ഓ ഗ്രേറ്റ്, നൗ യു ഹാവ് ബ്രോക്കൺ മൈ ന്യൂ ക്യാമറ. വളരെ സന്തോഷം. അത് ഇഷ്ടമായി, പെരുത്തിഷ്ടമായി. നിങ്ങളുടെ മോനെ മേളിൽ എടുത്ത് താഴെ ഇട്ടു എന്ന് പറയുമ്പോൾ സന്തോഷം എന്ന് പറയുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ഐറണി ഓർ വിരോധാഭാസം. മറന്നുവായിരിക്കണം ഞാൻ തമാശ പറയുന്നത്, ക്ഷമിക്കുക. നെക്സ്റ്റ്, കെനിങ്. കെനിങ് കേട്ടിട്ടുണ്ടോ? കെനിങ് ചോദിക്കാൻ പരീക്ഷയ്ക്ക്.
കെനിങ് ഈസ് ദ യൂസ് ഓഫ് മെറ്റഫറിക്കൽ കോമ്പൗണ്ട് നൗൺ ഫോർ എ കോമൺ വേർഡ്. ഒരു കോമൺ വേർഡിന് പകരം ഒരു കോമ്പൗണ്ട് വേർഡ് ഉപയോഗിക്കും. അതായത് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? രണ്ട് വ്യത്യസ്തമായ വേർഡ് ചേർന്നുണ്ടാവുന്ന ഒരു പുതിയ വാക്ക്. അത് മിക്കവാറും കോമ്പൗണ്ട് നൗൺ ആയിരിക്കും, രണ്ട് നൗൺ ആയിരിക്കും. നോക്ക്, ബുക്ക് വേം, സമ്മൺ ഹൂ റീഡ്സ് എ ലോട്ട്, ഒരുപാട് പുസ്തകം വായിച്ചു കൂട്ടുന്ന ശീലമുള്ള ഒരുത്തനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഒരു കോമ്പൗണ്ട് വേർഡ് ഉപയോഗിക്കും. ബുക്ക് വേം ഒരുമിച്ചാണ്, രണ്ട് വേർഡ് ചേർന്നുണ്ടാകുന്ന പുതിയ വാക്ക് ബുക്ക് വേം. ഫസ്റ്റ് ലേഡി, വൈഫ് ഓഫ് പ്രസിഡന്റിന്റെ ഭാര്യ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ലേഡി. ഫസ്റ്റ് അഡ്ജക്റ്റീവാ, ലേഡി നൗണാ. സോ അതൊരു കോമ്പൗണ്ട് വേർഡാ, ഇതൊരു കോമ്പൗണ്ട് നൗണാ. രണ്ട് വേർഡ് നൗൺ ആവുകയാണെങ്കിൽ കോമ്പൗണ്ട് നൗൺ, ഒരു വേർഡ് മാത്രമേ നൗൺ ഉള്ളെങ്കിൽ കോമ്പൗണ്ട് വേർഡ്. എന്നാലും രണ്ട് വേർഡ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അഡ്ജക്റ്റീവ്, ന്യൂമറൽ അഡ്ജക്റ്റീവ് ആണ്. കാർഡിനൽ, ഓർഡിനൽ അഡ്ജക്റ്റീവ്. നെക്സ്റ്റ്, കെനിങ് മനസ്സിലായില്ലേ? മെറ്റോനിമി സൂപ്പറാണ്. മെറ്റോനിമി ഇതുപോലെ തന്നെ സംഭവം ഞാൻ പറയാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അതൊരു വിഭാഗക്കാരെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഉദാഹരണം കുരിശ് കാണുമ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ മനസ്സിൽ വരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഓർമ്മ വരുന്നു. വെള്ളരിപ്രാവ് ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു, സമാധാനം. ഈ വെള്ളരിപ്രാവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സമാധാനം എന്നുള്ള ഐഡിയ സൃഷ്ടിക്കുന്നു. കിരീടം ഒബ്ജക്റ്റാ. കിരീടമായാലും മമ്മട്ടി ആയാലും നശിക്കും, ഐഡിയ ഉണ്ട്. രാജാവായാലും ഫാർമർ ആയാലും മരിച്ചു പോകും. കണ്ട, ഇതിനെയാണ് വിളിക്കുന്നത് സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ. മെറ്റോനിമിയ. സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ, ചെങ്കോലോ കിരീടവും, അത് രാജാവിന്റെ സിമ്പല, രാജാവിനെ കാണിക്കുന്നു. സൈത്ത് ആൻഡ് സ്പീഡ്, അരിവാളും മമ്മട്ടിയും, അത് കൃഷിക്കാരന്, ലേമൻ, ഓർഡിനറി മെന്നെ കാണിക്കുന്നു. കവിത ഡെത്ത് ദ ലെവലർ, ജെയിംസ് ഷേർലി, അതാണ് മെറ്റോനിമി. കണ്ടോ, ദ ക്രൗൺ ഫോർ ദ കിങ്, രാജാവിന് പകരം ക്രൗൺ ഉപയോഗിച്ചിരിക്കുന്നു. ബെഞ്ച്, ജഡ്ജിമാർക്ക് പകരം ബെഞ്ച് ഉപയോഗിച്ചിരിക്കുന്നു. യു മസ്റ്റ് റെസ്പെക്ട് ദ ചെയർ, നിങ്ങൾ ആ ചെയറിനെ ബഹുമാനിക്കണം. ചെയറിനെ അല്ല, ചെയർ ഒരു സാധനമോ, ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, ചെയർവുമൺ, അതാണ് പറയുന്നത്. ഓക്കെ. ഒനമട്ടോപ്പൊയ്യ എന്ന് പറയാൻ എന്തോ? ഒനമട്ടോപ്പിയ, അങ്ങനെ എന്തോന്ന് ഉച്ചാരണമൊക്കെ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങ് പറയുന്നതേ ഉള്ളൂ. ഒനമട്ടോപ്പിയ അങ്ങനെ തന്നെ പറയാം. ഇറ്റ്സ് എ ഡിഫൈൻഡ് ആസ് എ വേർഡ് വിച്ച് ഇമിറ്റേറ്റ്സ് ദ നാച്ചുറൽ സൗണ്ട് ഓഫ് എ തിങ്. ഒരു സൗണ്ട് വാക്കായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗണ്ടാണ് ആ വാക്ക്. പാമ്പ് ചീറ്റുമ്പോൾ ഉള്ള സൗണ്ട് അത് പിന്നെ മാറി ഹിസ്. കണ്ടോ, ഒനമട്ടോപ്പിക്ക് ഉദാഹരണമാണ്. വെള്ളത്തിൽ വീഴുമ്പോൾ ഉള്ള ശബ്ദം സ്പ്ലാഷ്. ഡോർ അടയുമ്പം ക്ലാങ്. കണ്ടോ, പൂച്ച മ്യൂ എന്നാണ് പറയുന്നത്. മ്യാവ് സൗണ്ട് മ്യൂ ആയി, MEW. കണ്ടോ, അതാണ് സ്പ്ലാഷ്, ക്ലാങ്, ക്ലാപ്പ്, കൈയടി, ക്ലാപ്പ്, ആ സൗണ്ടാണ് വരുന്നത്. ബസ്, ബി തേനീച്ചയുടെ മൂള്. ബ്രേ എന്നാ കരയുന്നത്, കഴുത കരയുന്നത്, അതാണ് ഒനമട്ടോപ്പിയ. സൗണ്ടിൽ നിന്നും ആ സൗണ്ട് വാക്കായിട്ട് മാറി, ഇംഗ്ലീഷ് വാക്ക്. ഓക്സിമോറോൺ, ഐറണി, പോലൊരു സാധനമാണ് ഓക്സിമോറോൺ. ഒരു വാക്കും അതിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ സെൻറ്റൻസ് അല്ല, കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് അല്ല, കോൺട്രാസ്റ്റിംഗ് വേർഡ്സ്. രണ്ട് വ്യത്യസ്തമായ വേർഡുകൾ, ഓപ്പോസിറ്റ് വേർഡുകൾ ഒരുമിച്ച് ഉപയോഗിക്കും. വിജയപരാജയങ്ങൾ, ട്രയംബ് ആൻഡ് ഡിസാസ്റ്റർ, വിജയവും പരാജയവും. നിമ്നോന്നതങ്ങൾ, ഉയർച്ച താഴ്ചകൾ, ഒരുമിച്ച് ഉപയോഗിക്കും. വേർഡ് ഓപ്പോസിറ്റാ. അലുവായും മത്തിക്കറിയും പോലെ എന്ന് നമ്മൾ പറയും. ഒരിക്കലും ചേർത്ത് വെക്കാൻ പറ്റാത്ത രണ്ടെണ്ണം. പ്ലീസിങ് പെയിൻസ്, സന്തോഷ കണ്ണീർ, മലയാളത്തിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഓക്സിമോറോണിന്റെ ഏറ്റവും നല്ല സന്തോഷ കണ്ണീർ, പ്ലീസിങ് പെയിൻസ് എന്ന് പറഞ്ഞാൽ സന്തോഷം വരുമ്പോൾ ആരും കരയാറില്ല, കരയുന്ന വിഷമം വരണം. സന്തോഷ കണ്ണീർ ഒരു വാക്കാണ്, പക്ഷെ അതൊരു ചില സമയത്ത് ആൾക്കാർ സന്തോഷം കൊണ്ട് കരയും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിമോറോൺ. എ വേർഡ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഈസ് യൂസ്ഡ് ടുഗദർ, ആർ യൂസ്ഡ് ടുഗദർ. പ്ലീസിങ് പെയിൻസ്, ഡാർക്ക് ലൈറ്റ്, ഡാർക്ക് ഇരുട്ട, ലൈറ്റ് വെളിച്ചവാ, ഒരിക്കലും ചേരത്തില്ല, അതല്ല പറയാം ഡാർക്ക് ലൈറ്റ്. ഒൺലി ചോയ്സ്, ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വരുന്നതാ. ഒൺലി ചോയ്സ്, ദിസ് ഈസ് യുവർ ഒൺലി ചോയ്സ്. പെർഫെക്റ്റ് മിസ്റ്റേക്ക് ഒരിക്കലും പെർഫെക്റ്റ് അല്ല, പക്ഷെ അതൊരു പെർഫെക്റ്റ് മിസ്റ്റേക്കാണ്. നമ്മുടെ ട്രാഫിക് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, അവർ വഴിതെറ്റിപ്പോയി, അവർ പേടിച്ച്, പക്ഷെ അന്ന് കയറുന്നത് 4 കിലോമീറ്റർ അപ്പുറത്താണ്, അവർക്ക് അത്രയും കിലോമീറ്റർ ലാഫ് പോയി. അപ്പം നായകൻ പറയും ഇറ്റ് വാസ് എ പെർഫെക്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയും. അങ്ങനെ പറയാറുണ്ട്. ആൻഡ് ഫെയ്ത്ത് ആൻഡ് അൺഫെയ്ത്ത്ഫുൾ കെപ്റ്റ് ദം ഫാൾസ്ലി ട്രൂ, രണ്ടെണ്ണം ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. ടെന്നിസണാ. ഫെയ്ത്ത് അൺഫെയ്ത്ത്ഫുൾ, ഫാൾസ്ലി ട്രൂ എന്ന് പറയുമ്പോൾ ഓക്സിമോറോൺ. വിക്ടർ വിക്ടിം ബ്ലീഡ്സ്. അപ്പോൺ ദ ഡസ്റ്റ് പർപ്പിൾ ആൾട്ടാർ നൗ സീ ദ വിക്ടിം ബ്ലീഡ്സ്, വിജയിച്ചവനും പരാജയപ്പെട്ടവനും. വിക്ടർ വിക്ടിം, അത് ഓക്സിമോറോൺ. പൺ, എ പൺ മേക്സ് യൂസ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹാവ് മോർ ദാൻ വൺ ഡിഫറെന്റ് മീനിങ്സ്, or words that sound similar but have different meanings. അതായത് പണിങ് പലരും ഉപയോഗിക്കുന്ന സാധനമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒന്നിലധികം അർത്ഥങ്ങൾ കാണും, അത് വേറെ എന്തിലെങ്കിലേക്കും വിരൽ ചൂണ്ടുന്നതായിരിക്കും. ആൻ എലിഫന്റ്സ് ഒപ്പീനിയൻ ക്യാരീസ് എ ലോട്ട് ഓഫ് വെയിറ്റ്.
ഹോഴ്സ് ഈസ് എ വെരി സ്റ്റേബിൾ. ഹോഴ്സും സ്റ്റേബിളും തമ്മിൽ ബന്ധമുണ്ട്. കുതിരത്തൊഴുത്ത എലിഫന്റും വെയിറ്റും തമ്മിൽ ബന്ധമുണ്ട്. ലിറ്ററൽ മീനിങ്ങും ഉണ്ട്, ഒരു ഫിഗറേറ്റീവ് മീനിങ്ങും കാണും. രണ്ടർത്ഥം കാണും. ഇതിനെ ഈ രണ്ട് സെന്റൻസിനെ പറ്റി നിങ്ങൾ കമന്റ് ചെയ്യണം താഴെ. അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന വർക്ക്, ഇന്നത്തെ ഹോംവർക്ക്. എന്തുകൊണ്ടാണ് ഇത് പൺ എന്ന് വിശേഷിക്കുന്നത്? ശ്ലേഷ്മം എന്ന് മലയാളത്തിൽ പറയും. നെക്സ്റ്റ്, സിമിലി. അറിയാമല്ലോ, ഈ പണ്ണിന് ഏറ്റവും നല്ല ഉദാഹരണം അറിയാമോ? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കോളേജിൽ പഠിപ്പിച്ചത്. ഡൺ, ആൻഡൺ, അങ്ങനല്ലയോ? ടീച്ചർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അൺഡൺ, ഇങ്ങനെ. പിന്നെ ജോൺ ഡണ്ണിന്റെ കവിത, ജോൺ ഡണ്ണും ആൻ സൈമൺസും ആണെന്ന് തോന്നുന്നു. കല്യാണം കഴിച്ചു, പക്ഷെ ദാമ്പത്തിക ജീവിതം വലിയ പരാജയമായിരുന്നു. ബന്ധം പിരിഞ്ഞ് വേറൊരാളുമായിട്ട് കല്യാണം കഴിച്ചു പോയി. സൈമൺസുമായിട്ടാണ് കല്യാണം കഴിച്ചത്, അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, തിരുത്തുക. അപ്പം ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവരുടെ തകർന്നുപോയ ദാമ്പത്യത്തെ കുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളി ഡൺ, ആൻഡൺ, അൺഡൺ എന്ന് എഴുതിച്ചിട്ട് കണ്ടോ? അതൊരു പണിയാണ്. രണ്ടർത്ഥം ഉണ്ടായിന്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഓക്സിമറോൺ അല്ലല്ലോ, അതൊന്ന് കമന്റ് ചെയ്യണം. പറഞ്ഞ കാര്യം മറക്കണ്ട. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞ കാര്യം മറക്കാൻ പാടില്ല. ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്, ആരെയും പേടിച്ചൊന്നും ചെയ്യാതിരിക്കുകയും അരുത്. നിങ്ങൾ ചിരിക്കുന്നത് മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്നും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ജീവിക്കാൻ മറന്നു പോകരുത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് ഒരു കാരണവശാലും ജീവിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ ജീവിതം വലിയ പരാജയമാണെന്ന് ഓർക്കുക. 3 ടൈപ്പ് ആൾക്കാരെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അകറ്റി നിർത്തുക. ഒന്ന്, നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മളോട് ചിരിക്കുകയും സ്തുതി പാടുകയും ചെയ്യുന്ന ആൾക്കാർ. എന്നാൽ അങ്ങോട്ട് മാറിക്കഴിയുമ്പം നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ അകറ്റി നിർത്തുക. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന വേദികളിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇരിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഇങ്ങോട്ട് മാറുമ്പോൾ അവർ നിങ്ങളെ പറ്റിയും പറയുമെന്ന് ഓർക്കുക. 3, രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറകെ നടന്ന് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാർ. അത് എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ഒഴിവാക്കി വിടുക. മുഖം കറുത്തതാണ്, സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എല്ലാത്തിനും ഡിസ്കറേജ് ചെയ്യുന്നത്, അവരെ കൊണ്ട് ഒരു ഉപകാരമില്ല. 3-മത്തേത്, നാഴികയ്ക്ക് 40 വട്ടം മുഖവും ഭാവവും തരവും ആളെ നോക്കി മാറ്റുന്ന ആൾക്കാർ. സ്നേഹം കാണിക്കും, പ്രകടിപ്പിക്കും, കുറച്ച് കഴിയുമ്പം ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കും. ഇവരുടെ അച്ഛനോടും അമ്മയോടും പോലും കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് ഓർക്കുക. അവർക്ക് അവരോട് മാത്രമേ ഉള്ളൂ സ്നേഹം. ഈ 3 ടൈപ്പ് ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റി നിർത്തുക. നിങ്ങളെ അവഗണിക്കുന്നവരെ തിരിച്ച് നല്ല സുന്ദരമായിട്ട് അവഗണിക്കുക. നിങ്ങളെ ചതിക്കുന്നവരെ തിരിച്ച് ചതിക്കാൻ പറ്റുമെങ്കിൽ ചതിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ചവരെയും ആ സമയത്ത് നമ്മളെ ഇട്ട് കുത്തിയവരെയും ഒരിക്കലും മറക്കരുത്. ഇവർക്ക് 2 പേർക്കും അവസരം കിട്ടിയാൽ, ചെറിയ അവസരങ്ങളാണെങ്കിൽ പോലും തിരിച്ചു കൊടുക്കാനും പഠിച്ചിരിക്കണം. പിന്നെ ഇവർക്ക് 2 പേർക്ക് രണ്ടാമതൊരു അവസരം ജീവിതത്തിൽ കൊടുക്കാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മുന്നോട്ട് പോകുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.